വലത്തെ പോക്കറ്റെടുത്തുകൊണ്ടിട്ട് ഷർട്ടിൻ്റെ ഒരു പോക്കറ്റെടുത്തുകൊണ്ടിട്ട് മൊബൈലുണ്ട്. ഏതെടുത്ത് വേണം പ്രിയപ്പെട്ട ജയേഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. കാരണം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അന്തസത്ത ചുരുങ്ങി പോകാതെ വേണോടും അവതരിപ്പിക്കാൻ. എന്നെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷമുണ്ട് പ്രിയപ്പെട്ട ജയേഷിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കാരണം അധ്യാപകർക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്. ഇതിനു മുമ്പ് എൻ്റെ ഒരു വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് ഡിസ്ട്രിക്ട് ഗവർണറായിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ട രാജേഷ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും രാജേഷിലൂടെ ജയേഷിലൂടെ പുതിയൊരു തലത്തിലേക്ക് ഞാനും വരികയാണ്. അധ്യാപകനെ സംബന്ധിച്ച് വിദ്യാർത്ഥി, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി ഉയർന്നു വരുമ്പോൾ അധ്യാപകർക്കുണ്ടാകുന്ന സന്തോഷം അല്ലെങ്കിൽ ആത്മഹർഷം വളരെ വലുതാണ്. ജയേഷിനെ കുറിച്ച് പറയാനുള്ളതൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടുന്ന് അയച്ചു തന്ന ബുക്ക്ലെറ്റ്, പ്രൊമോഷൻ ബുക്ക്ലെറ്റ് അതുണ്ട്. ഞാനിപ്പോൾ അത് വീട്ടിലെ കൊച്ചിനെ അക്കങ്ങൾ പഠിപ്പിക്കാൻ, ഡിജിറ്റ്സ് പഠിപ്പിക്കാൻ അത് കൊടുത്തിരിക്കും. കാരണം 2012, 11, 13, 14, 15, 16, 17, 18 മുതൽ 23, 24 വരെ ഇങ്ങനെ ബ്രേക്ക് ഇല്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഒരു സംഘടനയിൽ ഇങ്ങനെ ബ്രേക്ക് ഇല്ലാതെ ഔദ്യോഗിക തലത്തിലേക്ക് ഒരാൾ കയറി വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം, എൻ്റെയൊക്കെ ഒരു ആഗ്രഹം ഇലക്ഷൻ ഇല്ലാതെ ശരിക്കും കോൺസെൻഷ്യസ് കാൻഡിഡേറ്റ് ആയിട്ട് ഐക്യകണ്ഠേനെ തിരഞ്ഞെടുക്കുമ്പോൾ വലിയൊരു ഭാഗ്യം ആണ്. അപ്പം അങ്ങനെ വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ചിലര് ഇലക്ഷൻ വന്നാലും ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇലക്ഷൻ ഒന്നും വരാതെ തന്നെ ജയിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട ജയേഷാണ്. അടുത്തിരിപ്പുണ്ട്. വരട്ടെ, നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ജയേഷ് പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് കോതമംഗലം ടൗൺ ലയൺസ് ക്ലബ്ബ് 2015 വരുന്നത്. 2015 അതിന് മുമ്പുള്ളത് ഞങ്ങൾ നോക്കുക. 2015 വരെ VS എന്ന് പറഞ്ഞാൽ വേറൊരാളുണ്ടായിരുന്നു. പക്ഷെ 2015 ശേഷത്തെ VS എന്ന് പറഞ്ഞാൽ VS ജയേഷും അതുകൊണ്ട് ഉള്ള കാര്യം പറയാം. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് രാഷ്ട്രീയക്കാരൻ 2 വർഷം ആയിരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ VS എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതാണ്. അപ്പൊ ഞാനൊരു ചെറിയൊരു കുറിപ്പ് മാത്രമേ ഞാൻ കരുതി അതിൽ തന്നെ പറയും. 2012 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നീട്ടില്ല. കാര്യം ഇവിടെ പലരും പറഞ്ഞുകൊണ്ട് അത് നീട്ടുന്നില്ല. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് 2012 സിനിമ തന്നെയാണ്. ക്ലാസിക്, ഇംഗ്ലീഷ് ക്ലാസിക്. അദ്ദേഹം ഇൻഡിപെൻഡൻസ് ഡേയും അല്ലെങ്കിൽ മറ്റേ ഗോഡ്സിലൊക്കെ സംവിധാനം ചെയ്ത മനുഷ്യന്റെ വലിയൊരു ചിത്രം 2012. പക്ഷെ അത് 2012 ഇറങ്ങിയത്. പക്ഷെ നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയായിട്ട് പ്രണബ് മുഖർജി സർവാദരണീയനായ അദ്ദേഹം രാഷ്ട്രപതിയായിട്ട് വരുന്നത് 2012 അതേ 2012 തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയേഷ് ചാർട്ടർ പ്രസിഡന്റായിട്ട് ഇവിടെ ഈ ഗവൺമെന്റ് വില്ലേജിലെ ലയൺസ് ക്ലബ്ബിലൂടെ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് ഫിലിലേക്ക് കടന്നു വരുന്നത്. 2013 ഇവിടെ പറഞ്ഞു CSR പ്രൊജക്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് വെറുതെ കൊണ്ടുവരല്ലേ, അത് വലിയൊരു ചരിത്രമായി എന്നുള്ളതാണ് സത്യം. 2013 മറ്റൊരു രീതിയിൽ ചരിത്രമായി. നമ്മുടെ പ്രിയപ്പെട്ട സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ 2013 പക്ഷേ ആ ദുഃഖം നമ്മെ സംബന്ധിച്ച് ഇല്ലാതെയാക്കിയത് ലയൺസ് ക്ലബിലേക്ക് ഇങ്ങനെ കോടികളുടെ വരുമാനം നമ്മളൊന്നും അറിയാതെ ലയൺസ് ക്ലബ്ബുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ശരിക്കും തൻ്റെ ദിഷണാശക്തി കൊണ്ട്, ചിന്തകൾ കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത് മാത്രമല്ല തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട ജയേഷ്. ഒരു സംശയവും ഇല്ല. അതുപോലെ ഓക്സിജൻ എന്ന് പറയുന്ന പരിപാടി ഒരു ലൈഫ് സേവിങ് മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇത് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഒരു ജീവൻ രക്ഷാ ഔഷധ വിതരണം. അത് അദ്ദേഹം കൊണ്ടുവന്നു. 15 ലക്ഷത്തിലധികം രോഗികൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണം എത്രമാത്രം ലയൺസ് ക്ലബിന് മറ്റു പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കാനുള്ള ഒരു മേൽവിലാസം കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരാളാണ് നമ്മെ സംബന്ധിച്ച് നയിക്കുവാൻ പോകുന്നത്. പിന്നെ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ, അതുപോലെ തന്നെ സ്നേഹാശ്രയ പദ്ധതി ആരംഭിച്ചത് സ്റ്റിൽ റണ്ണിങ്. ഇതൊന്നും നിസ്സാരമല്ല. 4 കോടി രൂപയ്ക്ക് അടുത്ത ഈ കിഡ്നി പേഷ്യൻസിന് വേണ്ടി സഹായം ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ മുൻനിർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനെ പാത്രമാക്കി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരാളെയാണ് നമുക്കിനി നമ്മുടെ ഒപ്പം നമ്മെ നയിക്കുവാനായിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ സോൺ ചെയർമാനായിട്ട്, അതുപോലെ റീജിയണൽ ചെയർപേഴ്സണായിട്ട്, ക്യാബിനറ്റ് സെക്രട്ടറി, ഡിസ്ട്രിക്ട് സെക്രട്ടറി ഒക്കെ ആയിട്ട്. അത് മാത്രമല്ല ഈ കാലയളവിലൊക്കെ അദ്ദേഹം പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നതാണ്. വെറുതെ ആർക്കു വേണ്ടി പദവിയിലേക്കാണ്. പക്ഷെ ആ പദവിയിൽ മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആകുമെന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അദ്ദേഹം പല
സെക്രട്ടറി ആയാലും ശരി, അല്ലെങ്കിൽ സോൺ ചെയർമാൻ ആയാലും ശരി, അല്ലെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയാലും ശരി, അല്ലെങ്കിൽ റീജിയൽ ചെയർപേഴ്സൺ ആയാലും ശരി, വാട്ട് ആർ ബീസ് അതെല്ലാം അദ്ദേഹം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. 2015, 16, 17, 18 ആദ്യം പറഞ്ഞില്ലേ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ ലീഡർഷിപ്പ് മെഡൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 7ഓളം സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ഇന്റർനാഷണൽ പ്രസിഡന്റേതാണ്. ഇതൊക്കെ ഓരോ പ്രാവശ്യം വാങ്ങുമ്പോൾ നമ്മെ സംബന്ധിച്ച് അഭിമാനമായിരുന്നു. ഞാനൊക്കെ വന്ന് കയറിയതിനു ശേഷം നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ നമസ്തേ ജയേഷ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് മനസ്സിൽ നിന്ന് വന്നില്ല, ഹൃദയത്തിൽ നിന്ന് ചില സംഭവങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തി അത് ലിയോസ് ലൈൻ ഓഫ് ദി ഇയർ 2019 മുതൽ 2023 വരെ അദ്ദേഹം IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രിക്ട് സെക്രട്ടറിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് മറ്റുള്ള മേഖലയിൽ അദ്ദേഹത്തിന് എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമ്മൾ കാണുമ്പോഴാണ്. ലയൺസിന് മാത്രമായിട്ടല്ല അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളെ കുറിച്ച് പ്രത്യേകം പറയാം, ലയൺസ് മൊബൈൽ ഡയറക്ടറി നമുക്ക് ഓർക്കാം. ഞാൻ അരിയാറിന്റെ ഒക്കെ എനിക്ക് ഒരിക്കൽ അദ്ദേഹം വെഡിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഡയറക്ടർ കൊണ്ടുവന്ന് ഞാൻ കൊണ്ടു സാറേ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത് ഞാൻ സാറിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതെനിക്കൊന്ന് 3 ഡയമെൻഷൻ സാധനമായിരുന്നു. ഞാൻ ചെയ്യുന്നത് അത് നമ്മൾ കൊണ്ടു നടക്കണ്ടേ. ലയൺസ് മൊബൈൽ ഡയറക്ടറി സത്യത്തിൽ നമ്മൾ തുടങ്ങി വെച്ച് നമ്മൾ പ്രിയപ്പെട്ട ജയാണ്. അതുപോലെ ലയൺസ് ടെലിവിഷൻ ആൻഡ് യൂസർ ഫ്രണ്ട്ലി ഡിസ്ട്രിക്ട് വെബ്സൈറ്റ് അവതരിപ്പിക്കുക. ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അദ്ദേഹത്തിന് തന്നെയാണ്. ലയൺസ് വോയിസ് എന്ന ഔദ്യോഗിക പുറമെയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 2020-21 കോവിഡ് പാൻഡമിക് നമ്മളൊക്കെ ചെയ്യാൻ എങ്ങനെ ഇലക്ഷൻ നടക്കും, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നപ്പോൾ അവിടെയാണ് ശരിക്കും ഓൺലൈനായിട്ട് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇഫക്റ്റീവായിട്ട് തെളിയിച്ചെന്ന ഒരു വലിയ എന്താ പറയുന്നത് എൻ്റെ ഒരു വലിയ വിദ്യാർത്ഥി. എനിക്ക് അത് അഭിമാനമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. അതും ഇതേ അറിയില്ല. പിന്നെ എങ്ങനെ ജയേഷ് ഓപ്പോസിഷൻ വരുന്നത് ഞാൻ അങ്ങനെ കഴിവുള്ളവരെ ആർക്കെങ്കിലും എതിർക്കാൻ തോന്നില്ല എന്നുള്ളതിനെ. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അത്രയും ഒരു ഇച്ഛാശക്തി അദ്ദേഹം ഉണ്ടായിരുന്നു. 22-23 അദ്ദേഹം ചീഫ് എഡിറ്ററാണ് ലയൺസ് ഡയറക്ടർ. 2020 ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഡയറക്ടറായിട്ട് അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ JSDC ഉണ്ടായിരുന്നു. എനിക്കറിയാം, ഞാൻ എൻ്റെ ലൈഫ് ആൻഡ് ശരിക്കും ജൂനിയർ ഇന്റർനാഷണൽ അദ്ദേഹത്തെ ഉണ്ടായിരുന്നു, വൈസ് പ്രിൻസിപ്പൽ. ഇതിലൊക്കെ വളരെ സജീവമായ സാന്നിധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. ഡിഗ്രിക്ക് എനിക്ക് പഠിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടുപേരുടെ ഇരിപ്പുണ്ട്. സിജോയും വേറെ ഇരിപ്പുണ്ട്, സിജോ ഇരിപ്പുണ്ട്, അജയ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമുണ്ട്. അധ്യാപകരെ സംബന്ധിച്ച് 2 പേര് ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് ആയിട്ട് മാറുക. PG അദ്ദേഹം ചെയ്ത് ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA. ഞാനൊക്കെ കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴും ഭാരതീയ യൂണിവേഴ്സിറ്റി ഒരു വലിയ ഡ്രീമായി. പലരും കോളേജിൽ പഠിപ്പിക്കുന്നതൊക്കെ അവിടെ നിന്ന് PhD എടുക്കുക അല്ലെങ്കിൽ മറ്റു ഡിഗ്രി അങ്ങനെ അവിടെ നിന്ന് എടുത്താണ്. അതുപോലെ ഇപ്പോൾ അദ്ദേഹം ഡയറക്ടർ സീബ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അതുപോലെ ഡയറക്ടർ കറന്റ് ബിസിനസ് ഇൻകോർപ്പറേറ്റ്സ്, വിസ്റ്റ ഫോർച്യൂണ ഇൻഡസ്ട്രീസ്, കുറേ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയേഷ്. പിന്നെ എനിക്കിതിലേക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ഒരുപക്ഷെ ഈ ജയേഷ് എന്നുള്ള പേര് പോലും അദ്ദേഹത്തിന് അറിഞ്ഞു കൊടുത്താണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. ജയേഷ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുന്നത്, ജയിക്കാനായി ജയിച്ചിട്ടുണ്ട്, വിക്ടർ എന്നുള്ളതാണ്, മകനെ ജയിച്ചു എന്നുള്ളതാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഒരുപക്ഷെ വലിയച്ഛന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിതാക്കളുണ്ടല്ലോ, അതിനേക്കാൾ ദീർഘദോഷം ഉണ്ടായിരുന്നു. അവരുടെ വീട്ടുപേര് പോലും ഈ പറയുന്ന ജയേഷ് ഇനി വളർന്നു വരുമ്പോൾ ചോദിക്കില്ല ഈ 2024 ആരാണ് സെക്കൻഡ് ചെയ്തത്, അപ്പൊ വലിയ വീട്ടിലെ കൊച്ച എന്ന് പറയണം നമ്മൾ. അതുകൊണ്ട് വീട്ടുപേര് പോലും വലിയ വീട്ടിൽ നിന്നാണ് അറിയാം, വീട്ടുപേര് ഒരു വലിയ വീട്ടിൽ നടന്നു കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ തറവാടിത്തം നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഈ പറയുന്ന 2024-25 സെക്കൻഡ് PDG തന്നെ മത്സരിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ടത് ഇതിന് മുമ്പ് പ്രസംഗിച്ചവർ അധ്യക്ഷന്റെ പോലെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഒറ്റ വോട്ട് പോലും നെഗറ്റീവ് വോട്ടുകളായിട്ട് കിട്ടരുത്. നമ്മൾ 3 പേർ, ഈ 3 പേരെ കാണുമ്പോൾ വേറെ സന്തോഷമുണ്ട്. എന്നാൽ യുവത്വത്തിന്റെ രക്തമാണ്. ഞാൻ പ്രായമായത് കുറച്ച് പറയുന്നത്, ഞാനും പ്രായമാണ്. പിന്നെ ഇത്തിരി പൊടി കലക്കി തോന്നുകൊണ്ടാണ് മുടി ഇത്തിരി നടത്തിരിക്കണം. 70 വയസ്സായി. അപ്പോൾ ഞാൻ പറയുന്നത് ഇനിയിപ്പോ നോക്കിയാൽ നമ്മുടെ ഷൈനാണ് ശരി, രാജനാണ് ശരി, ജയേഷാണ് നമുക്ക് ഡിപ്പെൻഡ് ഉണ്ട്. അപ്പോൾ യുവത്വത്തിന്റെ രക്തം സപ്പോർട്ടഡ് ബൈ എല്ലാവരുള്ള ഒത്തിരി ഹരിതഭക്തരായിട്ടുള്ള ലയൺസിന്റെ സപ്പോർട്ടോടുകൂടി നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഹാപ്പി. അതെ, പിതാവിനെ നമ്മൾ മറന്നു പോകുന്നത് PK സുധാകരൻ, അമ്മ ചന്ദ്രിക കുഞ്ഞുമാർ CN.
അപ്പോൾ BS എന്നുള്ള പേര് നമ്മൾ ഇനി മുതൽ നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജയേഷിൻ്റെതാണ്. ഹാപ്പിലി മാരീഡ് ടു ശ്രീജ, കേരള സ്റ്റേറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥയാണ്. 2 മക്കള് ഗൗതം, സ്വാതി. വിനയപൂർവ്വം സ്നേഹത്തോടെ സഹർഷം നമ്മുടെ പ്രിയപ്പെട്ട ജയേഷിനെ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.